ഹായ്, ഇന്ന് നമുക്കൊരു നല്ലൊരു നെല്ലിക്കച്ചാർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനായിട്ടുള്ള ചട്ടി റെഡിയാക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇതെല്ലാം നന്നായിട്ട് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം നന്നായിട്ടൊന്ന് എണ്ണയിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ ബാക്കിയുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള കാശ്മീരി ചില്ലി പൗഡർ ഒരു കളറിന് വേണ്ടിയിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അച്ചാർ പൊടി, പിക്കിൾ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മസാലപ്പൊടി കരിഞ്ഞു പോവും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് സുർക്ക വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/4 കപ്പോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ മിക്സ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. നെല്ലിക്ക നന്നായിട്ടൊന്ന് നെല്ലിക്ക ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് ചൂടായതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതാണ്. നമുക്ക് നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. കൂടുതൽ റെസിപ്പീസിനായിട്ട് ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.